സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതിനെ. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട്, പിന്നെ നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ബിരിയാണിയിലേക്ക് ആദ്യം നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലും പിന്നെ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം നല്ല നെയ്യും കൂടി ചേർത്തിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പൊരിച്ച് കോരാൻ ആവശ്യമായിട്ടുള്ള സവോള ഒരു 3 മീഡിയം സവോള എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് അതും കൂടി ഒന്ന് പെട്ടെന്നൊന്ന് പൊരിച്ച് കോരാം കേട്ടോ. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, പെട്ടെന്ന് വഴന്ന് കിട്ടും. എന്നിട്ട് മുരിഞ്ഞ സവോളയൊക്കെ നമുക്കതെല്ലാം കോരി വേറെ പാത്രത്തിലേക്ക് ആക്കാം. എന്നിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് തയ്യാറാക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവോള അരിഞ്ഞത് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു 4 മീഡിയം സവോളയാണ് ഞാനിതിന് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോള വഴന്നു വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ കൂടെ വന്നിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് അതിനകത്തേക്ക് മീഡിയം സൈസ് 3 തക്കാളിയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇടാം കേട്ടോ. തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടണമെന്നില്ല. പിന്നെ നമുക്ക് അതിനകത്തേക്ക് വേണ്ട 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ മസാല തയ്യാറാക്കിയത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ച് അതിനകത്തേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ നമ്മൾ മസാല തയ്യാറാക്കിയതിലേക്ക് മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതും കൂടി വന്നിട്ട് ചെറുതായി അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ നേരെ നമുക്ക് ഈ ചട്ടിയിലേക്ക് മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ബിരിയാണി മസാലയിലേക്ക് ഇട്ട് കൊടുത്ത ചിക്കനും മസാലയും എല്ലാം കൂടി വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് റൈസ് റെഡിയാക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നല്ല നെയ്യ് ഒരു 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്കുള്ള ഗരം മസാലകൾ, അതായത് പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം കൂടി, ഏലക്ക, എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക്
ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ വെള്ളം അളന്നെടുക്കേണ്ടത് കേട്ടോ. അതായത് ഈ കപ്പിലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്, അതിൻ്റെ 2 കപ്പിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനു മുമ്പ് ഇതിനകത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് നന്നായിട്ട് തിളക്കണം കേട്ടോ. നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മൂടി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ മുമ്പും ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കിയത് കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കുക്കറിലിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. നെയ്ച്ചോറായിട്ട് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ബിരിയാണിയിലേക്ക് ദമ്മിടണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും, നല്ലൊരു ബിരിയാണിയായിട്ട് കഴിക്കാനും പറ്റും നമുക്ക്. അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തിട്ട് വെറുതെ ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് കുക്കറിൽ വെയിറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണത്. അരിയും വെള്ളവും കൂടി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ട് നല്ലപോലെ സിമ്മിലേക്ക് നല്ലതുപോലെ കുറച്ച് വെച്ചേക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് 5 മുതൽ 7 മിനിറ്റ് വരെ, അതാണ് അരിയുടെ വേവിൻ്റെ കണക്ക്. ആ സമയത്തിനുള്ളിൽ കുക്കർ ഓഫ് ചെയ്യണം. കുക്കർ ഓഫ് ചെയ്ത ഉടനെ തന്നെ സ്റ്റീം പോയിക്കോളും, പെട്ടെന്ന് പോയിക്കോളും സ്റ്റീം. കളയൊന്നും നിൽക്കണ്ട കേട്ടോ. അരി ഇതാ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ബിരിയാണിയുടെ ദമ്മിലേക്ക് തയ്യാറാക്കണ ഇതിനകത്തേക്ക് നമുക്ക് കൊട്ടിയിടാം കേട്ടോ. നേരത്തെ ചട്ടിയിൽ നിന്നും നമ്മൾ ദമ്മിടാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുക്കറിൽ നിന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന അരി അതിനകത്തേക്ക് കൊട്ടിയെടുക്കുക. നല്ലതുപോലെ വിട്ട് കിട്ടും. ദമ്മിലിരുന്ന് ഒന്ന് ആവിയൊക്കെ കയറി വരുമ്പോഴേക്കും നല്ല അടിപൊളി ബിരിയാണി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടണത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം പൊരിച്ച് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും എല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് വിതറി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറിയിട്ടിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല ഒരു വെയിറ്റും കയറ്റി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി ബിരിയാണിയായിട്ട് ചോറൊക്കെ നല്ല വിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി